ഒരിടത്തൊരിടത്ത് നല്ലവരായ ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരുന്നു. അവർക്ക് പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു മഞ്ഞുകാലത്ത് ഇവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അവരാ കുഞ്ഞിന് സ്നോ വൈറ്റ് എന്ന പേര് വെക്കുന്നു. അച്ഛനെയും അമ്മയെയും പോലെ തന്നെ സ്നോ വൈറ്റ് എല്ലാവരോടും സ്നേഹമുള്ളവളായി വളർന്നു. അവിടുത്തെ പ്രജകൾക്ക് ഈ രാജാവു രാജ്ഞി എന്നെല്ലാം പറഞ്ഞ ജീവനായിരുന്നു. കാരണം രാജാവും രാജ്ഞിയും അവരുടെ പ്രജകളെയും നാടിനെയും അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹം അവരുടെ മകളിലേക്കും അവർ പകർന്നു കൊടുത്തിരുന്നു. രാജകൊട്ടാരത്തിനുള്ളിൽ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു കിണറുണ്ട്. ഒരിക്കൽ അച്ഛനോടും അമ്മയോടുമൊപ്പം സ്നോ വൈറ്റ് അവിടെ എത്തുകയാണ്. മോൾക്ക് ഇതിനകത്ത് എന്താ കാണാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്നെയാ കാണാനുള്ളതെന്ന് അവൾ മറുപടി പറയുന്നു. ഞങ്ങളുടെ മകൾ സ്നോ വൈറ്റ് ധൈര്യമുള്ളവളും ബുദ്ധിശാലിയും നീതി നടപ്പാക്കുന്നവളുമായി തീരണമെന്ന് അവരവളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഈ നാട്ടിൽ എന്നും ഉത്സവം പോലെയാണ്. കാരണം അവിടുത്തെ രാജാവിനും രാജ്ഞിക്കും പ്രജകൾ എന്ന് പറഞ്ഞ ജീവനായതുകൊണ്ട് എപ്പോഴും അവരോടൊത്ത് സമയം ചിലവഴിക്കുമായിരുന്നു. അവരുടെ മകളും ഈ വിശാല മനസ്കയായതിൽ അവരൊത്തിരി സന്തോഷിച്ചു. അങ്ങനെ ഇരിക്കെ റാണി ഒരു അസുഖം മൂലം മരണപ്പെട്ടു. രാജാവിനൊരു കൂട്ട് വേണമെന്നായി. ആ ഇടയ്ക്കാണ് സുന്ദരിയായ യുവതി കൊട്ടാരത്തിലേക്ക് വരുന്നത്. രാജാവ് മകളുടെ സമ്മതത്തോടുകൂടി അവളെ കല്യാണവും കഴിച്ചു. പക്ഷേ അവളൊരു ദുർമന്ത്രവാദിനിയായിരുന്നു. അവർക്ക് ഒരു മാന്ത്രിക കണ്ണാടിയുണ്ട്. എന്നും അതിന്റെ മുന്നിൽ പോയി ആരാണ് സുന്ദരി എന്നവർ ചോദിക്കും. കണ്ണാടി പറയും ഞാനാണ് സുന്ദരിയെന്ന്, അതായത് അവളാണ് സുന്ദരിയെന്ന്. ആ ഇടയ്ക്ക് അവള് കുതന്ത്രം മൂലം രാജാവിനെ ഇവിടെ നിന്ന് യുദ്ധത്തിൽ പറഞ്ഞയക്കുന്നു. രാജാവ് മോൾക്കൊരു മാല സമ്മാനമായി കൊടുത്താണ് പോകുന്നത്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നില്ല. നാട്ടുകാരായിട്ടുള്ള കർഷകരെ മുഴുവൻ പട്ടാളക്കാരാക്കുകയും അതുപോലെ നമ്മുടെ സ്നോ വൈറ്റിനെ ആ കൊട്ടാരത്തിലെ വേലക്കാരിയാക്കുകയും ഈ ദുർമന്ത്രവാദിനി ചെയ്തു. കാലം ഒരുപാട് കടന്നുപോയി. ഇപ്പോൾ നമ്മുടെ സ്നോ വൈറ്റ് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവള് പോലും മറന്നുപോയി അവൾ ഇവിടുത്തെ കൊട്ടാരത്തിലെ രാജകുമാരിയാണെന്ന്. ആ ഇടയ്ക്ക് ഇവിടെ ഒരു കള്ളൻ കയറും. ഇവിടെ പ്രജകൾക്കൊന്നും ഭക്ഷണം കഴിക്കാനുള്ള, അതുകൊണ്ട് ഭക്ഷണം മോഷ്ടിക്കാനാ ഞാൻ വന്നതെന്ന് അയാൾ പറയുമ്പോൾ ഞാൻ റാണിയോട് പറഞ്ഞ് നിനക്ക് വേണ്ട ഭക്ഷണം തരാമെന്ന് ഇവള് പറയുന്നു. നിനക്കേ ഇവിടെ വിലയില്ല, പിന്നെ നിന്റെ വാക്കിനെന്ന് പറഞ്ഞ് കള്ളൻ അവിടെ നിന്ന് പോവാണ്. ഓ, അതായത് ഞാനിവിടുത്തെ രാജകുമാരിയല്ലേ, ഞാൻ പറഞ്ഞ അവർ കേൾക്കുമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് അവൾ നേരെ ആ ദുർമന്ത്രവാദിനിയെ കാണാനായിട്ട് പോകും. ആ സ്നോ വൈറ്റ്, നീ എന്താ എന്നോട് സംസാരിക്കാൻ വന്നേ എന്ന് പറഞ്ഞ് ദുർമന്ത്രവാദിനി ഇവളോട് സംസാരിക്കുവാണ്. അന്നേരം ഇവള് പറയും, എന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങള് നാട്ടുകാർക്ക് ആപ്പിൾ പൈ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഓ, അത് കുറച്ച് ചെലവ് പിടിച്ച പരിപാടിയാണല്ലോ. പിന്നെ നീ എന്നെ ഉപദേശിക്കാനായിട്ടില്ല. നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ നീ അത്ര ബുദ്ധിശാലിയല്ല, നിനക്ക് ധൈര്യമില്ല, ഒന്നുമില്ല, നീയെ ഈ പൂവ് പോലെ സോഫ്റ്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് ഇവളെ ആ ദുർമന്ത്രവാദിനി കളിയാക്കും. ആ സമയത്തായിരുന്നു ആ കള്ളനെ അവിടെ പിടിച്ചുകൊണ്ട് വരുന്നത്. കുറച്ച് ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിൽ ഇയാളെ തുറങ്കലിൽ അടയ്ക്കാനായിട്ട് ദുർമന്ത്രവാദിനി പറയുമ്പോൾ സ്നോ വൈറ്റ് അത് തെറ്റല്ലേ എന്ന് പറയും. നീയാണോ ഞാനാണോ ഇവിടെ റാണി എന്ന് ചോദിച്ച് അവള് നേരെ സ്നോ വൈറ്റിന്റെ നേരെ ചീറി പഞ്ഞു വരുവാണ്. എന്നിട്ട് എന്നാ മോള് തീരുമാനിക്കുക ഇവനെ എന്ത് ചെയ്യണമെന്ന്. ഇവനെ ഉടുതുണിയില്ലാതെ പുറത്തേക്കിയാലോ എന്ന് പറഞ്ഞ് ആ ശിക്ഷ വിധിക്കുവാണ്. എന്നിട്ട് നീ ഇപ്പൊ ഇവിടുത്തെ വേലക്കാരി മാത്രമാണ്, നിനക്ക് നിന്റെ അച്ഛനെ പോലെ ഇവിടെ പ്രജകളെ സേവിക്കണമെങ്കിലേ നീ ധൈര്യമുള്ളവളായി തീരണമെന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ആ മന്ത്രവാദിനി ഇറങ്ങിപ്പോയി. നമ്മുടെ സ്നോ വൈറ്റിന് ശരിക്കും അത് വിഷമമായി പോയി. കാരണം ഇവിടുത്തെ പ്രജകളെ അവളുടെ അച്ഛനും അമ്മയും നോക്കിയിരുന്നത് അത്രമേൽ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ആയിരുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാം അവർ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ നാടിനെയാണ് ഇവരിപ്പോൾ ഈ കുട്ടിച്ചോറാക്കുന്നത്. എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നുമല്ല നടക്കുക, എല്ലാം നല്ലതുപോലെ തന്നെ നടന്നേനെ, എല്ലാവരും സന്തോഷമായി ഇരുന്നേനെ. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കും, അതിനുവേണ്ടി ഞാൻ ഇവിടെ കിടന്നാൽ ശരിയാവില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. സത്യവും നീതിയും നന്മയും എല്ലാം തിരിച്ചു വരും. അങ്ങനെ ഈ നാട് പഴയ പോലെ സന്തോഷത്താൽ അലയടിക്കും. അതിനുവേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ അകപ്പെട്ടു പോയിരുന്നിരിക്കാം, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് പുറത്ത് കിടക്കും എന്നെല്ലാം അവൾ പറയുന്നു. അപ്പോഴാണ് കള്ളനെ പുറത്തു കൊണ്ടുപോയിട്ട് തുണിയൊന്നുമില്ലാതെ കെട്ടിയിടുന്നത് ഇവൾ കാണുന്നത്. ആരും കാണാതെ അയാളെ കെട്ടഴിച്ചു വിട്ട് കൈവശം ഉണ്ടായിരുന്ന ഒരു ബ്രെഡും കൊടുത്ത് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുകയാണ് നമ്മുടെ സ്നോ വൈറ്റ്. അങ്ങനെ ഭടന്മാര് വരുന്നതിന് മുമ്പായി അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഒരിക്കൽ ഞാനും ഇതുപോലെ ഇവിടെ നിന്ന് പോകുമെന്ന് നമ്മുടെ സ്നോ വൈറ്റ് ഉറച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ ആ മന്ത്രവാദിനെ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊട്ടിമുളച്ചു. അത് തനിക്ക് ആപത്താണല്ലോ എന്ന് അവൻ അന്നേരം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ സ്നോ വൈറ്റിന്റെ അടുത്ത് മന്ത്രവാദിനിക്ക് അത്ര വലിയ ദേഷ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മാന്ത്രിക കണ്ണാടി
ഇവളല്ല ഏറ്റവും സുന്ദരി സ്നോ വൈറ്റ് ആണെന്ന് പറഞ്ഞത് കേട്ടത് മുതൽ അവളെ ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ് മന്ത്രവാദിനി. അങ്ങനെ പടയാളികളിൽ ഒരാളെ വിളിച്ചു വരുത്തി സ്നോ വൈറ്റിനെ കാട്ടിൽ കൊണ്ടുപോകണം, എന്നിട്ട് അവിടെ വെച്ച് അവളെ തീർത്ത് കളയണം. അതുകൂടാതെ അവളുടെ ഹൃദയം ഈ പെട്ടിയിലാക്കി എനിക്ക് കൊണ്ടുവന്ന് തരികയും വേണം എന്ന് പറഞ്ഞ് പടയാളിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. നല്ല ഉടുപ്പെല്ലാം ഇട്ട് ആപ്പിൾ ഉള്ള ഒരു താഴ്വരയിലേക്കാണ് അയാൾ ഇവളെ കൊണ്ടുപോകുന്നത്. അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ ആപ്പിൾ എല്ലാം പറിച്ച് അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് അയാൾ ഇവൾക്ക് നേരെ കത്തി ചൂണ്ടും. ഇവൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവളൊരു കുട്ടിയല്ലേ, നീ ഇവിടെ നിന്ന് ഓടിപ്പോക്കോ, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല, അല്ലെങ്കിൽ നിന്റെ അച്ഛന് ചെയ്തതുപോലെ അവർ നിന്നെയും എന്ന് പറഞ്ഞ് അയാള് ഇവളെ കാട്ടിലേക്ക് ഓടിച്ചു വിടും. ആ ഇരുട്ട് മൂടിയ കാട്ടില് ഇവളെ പേടിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവൾ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുഴിയിലോട്ട് അങ്ങോട്ട് വീഴും. അത് വെള്ളത്തിലേക്കുള്ള ഒരു കുഴിയായിരുന്നു. അവിടെ നിന്ന് അവൾ കര കയറുമ്പോൾ അവിടെയും ഒരു ഗുഹ. ആ ഗുഹയ്ക്കകത്തുനിന്ന് എന്തോ പുറത്തോട്ട് വരുന്നത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ അതൊരു മാൻപേടയായിരുന്നു. ആ മാൻപേടയ്ക്ക് ഇവൾ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് നീട്ടി അത് വന്ന് കഴിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് നേരം പുലർന്നു വന്നു. അതോടുകൂടിയിട്ട് ഒരുപാട് മൃഗങ്ങള് അവളുടെ ചുറ്റിലും കൂടി. അവരാവട്ടെ ഇവളോട് എന്തോ പറയുന്നത് പോലെ, ഇവളെ എവിടേക്ക് വിളിക്കുന്നത് പോലെ ആംഗ്യം കാണിക്കുന്നു. അങ്ങനെ ആ മൃഗങ്ങൾ പറയുന്ന ദിശയിൽ നമ്മുടെ സ്നോ വൈറ്റും നടന്നു തുടങ്ങി. എന്താണ് കാര്യം എന്നറിയണല്ലോ. അപ്പോഴാണ് സുന്ദരമായ ഒരു കുഞ്ഞു വീട് ആ കാട്ടിൽ ഇവള് കാണുന്നത്. ആ മൃഗങ്ങള് അവളെ ആ വീടിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വീടിനകം വശം കണ്ടപ്പോൾ അവിടെ ആരോ താമസിക്കുന്നുണ്ടെന്ന് നമ്മുടെ സ്നോ വൈറ്റിന് മനസ്സിലായി. ഈ മൃഗങ്ങള് അവളെ മുകളിലേക്കാണ് വിളിക്കുന്നത്. മുകളിൽ പോയി നോക്കുമ്പോൾ അവിടെ കുറച്ച് ബെഡുകൾ ഉണ്ടായിരുന്നു, വളരെ ചെറിയ ബെഡ്. അത് കണ്ടപ്പോൾ അവൾ അവിടെ കിടന്ന് ഉറക്കത്തിലായി. ഇതേ സമയത്ത് നമ്മൾ കാട്ടില് മറ്റൊരിടത്ത് കുറച്ചാളുകളെ കൂടെ കാണുന്നുണ്ട്, ഒരു 7 കുള്ളന്മാരെ. ഇവരുടെയും കൂടെ കഥയാണിത് കേട്ടോ. ഇനി നമുക്ക് ഇവരെ ഓരോരുത്തരായി പരിചയപ്പെടാം. ഇവരുടെ പേരൊക്കെ ആയിരുന്നു. 7 കുള്ളന്മാരാണുള്ളത്. ഡോക്ക്, സ്നീസി, സ്ലീപ്പി, ഹാപ്പി, ബാഷ്ഫുൾ, ഡോപ്പി, അങ്ങനെ 7 പേരായിരുന്നു ഇവര്. ഇവര് സ്വർണ്ണഖനിയിലാണ് പണിയെടുക്കുന്നത്. അവിടെ നിന്ന് പണിയെല്ലാം എടുത്ത് ഇവർ നേരെ അവരുടെ വീട്ടിലേക്ക് വരും. ഏകദേശം 250 വർഷത്തോളമായിട്ട് ഇവരിവിടെ ജീവിക്കുന്നുണ്ട്. ആ കാട്ടിലുള്ള മാജിക് ക്രിയേച്ചേഴ്സ് ആയിരുന്നു ഇവർ. ഇവരുടെ പേരുകൾ തന്നെ ഇവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണുള്ളത്. ഡോക്ക് ഒരു ഡോക്ടറാണ്. ഗ്രംപി എന്ന് പറയുന്നത് എപ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളാണ്. ബാഷ്ഫുൾ എന്ന് പറയുന്നത് വളരെ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. സ്നീസി എന്ന് പറയുമ്പോൾ എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുന്നവനാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നവനാണ്. സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ. ഡോപ്പി ആവട്ടെ ഒട്ടും സംസാരിക്കാത്തവൻ. അങ്ങനെ അവർ പതിവ് പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. വീട്ടിലെത്തി ഉടുപ്പെല്ലാം മാറി കിടക്കാൻ പോകുമ്പോഴായിരുന്നു കട്ടിലിൽ എന്തോ ഒരു ജീവി കിടക്കുന്നു. അവരാകെ പേടിച്ച് പുറത്തേക്ക് ഓടിപ്പോവാണ്. ഡോപ്പി മാത്രം അതിനകത്ത് പെട്ടുപോകും. അവൻ ഇച്ചിരി ധൈര്യമെല്ലാം സംഭരിച്ച് നേരെ ഇതെന്താണെന്ന് നോക്കാൻ പോകുമ്പോഴാണ് അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നത്. അവൾക്കും ഓക്കെ ഇത് ഇവരുടെ വീടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നും കാണിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ ഡോപ്പിയുടെ അടുത്ത് ചെല്ലുവാണ്. ഡോപ്പിയാണെ പേടിച്ചറിണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ബാക്കിയുള്ള കുള്ളന്മാരും കൂടെ അവിടേക്ക് എത്തിച്ചേരുന്നത്. ഇത് മനുഷ്യനാണല്ലോ, കാട്ടിലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ്. നീ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ലേ എന്ന് ഗ്രംപി ചോദിക്കുകയാണ്. അല്ല, ഞാൻ സ്നോ വൈറ്റാ എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോകാൻ തുടങ്ങും. രാജകുമാരിയോ, നീ എന്താ ഇവിടെ, എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നെല്ലാം ചോദിക്കുവാണ്. ഞാൻ എൻ്റെ അച്ഛനെ തിരക്കി വന്നതാണ്. രാജ്ഞി എൻ്റെ അച്ഛനെ എന്തോ ചെയ്തു, അത്രേ എനിക്ക് അറിയുള്ളൂ. എന്നാ പിന്നെ നീ ഇന്ന് രാത്രി ഇവിടെ തങ്ങ്, ഈ രാത്രിയിൽ പുറത്തു പോകണ്ട എന്ന് ഡോക്ക് പറയും. പക്ഷെ ഗ്രംപി അതിന് സമ്മതിക്കുന്നില്ല. നല്ല ഇടിയും മിന്നലുമാണ് പെട്ടെന്ന് വരുന്നത്. അതുകൊണ്ട് ഞാനെന്നാ ഇവിടെ ഒരു ദിവസത്തേക്ക് താമസിച്ചോട്ടെ എന്ന് അവൾ അങ്ങോട്ട് അനുവാദം ചോദിക്കും. അത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. ശരി ശരി, ഇന്നൊരു ദിവസത്തേക്ക് താമസിച്ചാൽ മതിയെന്ന് ഗ്രംപി പറയും. അങ്ങനെ നമ്മുടെ സ്നോ വൈറ്റിനെ അന്നൊരു ദിവസത്തേക്ക് അവരവിടെ പാർപ്പിക്കും. എന്നാൽ ഇവിടെ കൊട്ടാരത്തിലെ മാജിക് മിററിന്റെ അടുത്ത് ദുർമന്ത്രവാദിനി വീണ്ടും ആരാ സുന്ദരി എന്ന് തിരക്കുമ്പോൾ സ്നോ വൈറ്റ് ആണെന്ന് മിറർ വീണ്ടും പറയും. അതായത് ആ സ്നോ വൈറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പൊ ദുർമന്ത്രവാദിനി മനസ്സിലാക്കും. അങ്ങനെ അവളെ കൊല്ലാനായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ പടയാളിയെ വിളിക്കാനായിട്ട് ഇവള് ഓർഡർ ഇടും. അയാൾ പറയും, ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് ശിക്ഷിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന്. നീ എൻ്റെ അടുത്ത് ഇത്തരത്തിൽ അഹന്ത നിറഞ്ഞ് സംസാരിക്കാനായല്ലേ? ഞാനാണ് ഇവിടെ ഏറ്റവും വലുത്, എനിക്കാണ് ഇവിടെ അധികാരം മുഴുവൻ. നിങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വെറും പുഴുക്കളാണ്. നിനക്കറിയില്ലേ, എനിക്ക് പല ശക്തികളുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ഞാനാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലുത് സൗന്ദര്യമാണ്. സൗന്ദര്യമുള്ളവർക്കാണ് ഇവിടെ സ്ഥാനമുള്ളത്. ഈ സുന്ദരിയായ എന്നെ അനുസരിക്കാത്ത നീ ഇവിടെ തുറങ്കലിൽ കിടന്നാൽ മതി എന്നെല്ലാം ഇവർ പറയുവാണ്. ഡിസ്നിയുടെ മൂവീസിൽ പിന്നെ എപ്പോഴും പാട്ടാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ക്യാപ്റ്റനോട് കാട്ടിൽ പോയി അവളെ പിടിച്ചോണ്ട് വരാനായിട്ട് ഇവര് ആഹ്വാനം ചെയ്യാണ്.
പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സ്നോ വൈറ്റ് എന്തോ തുന്നിക്കൊണ്ടിരിക്കുന്നു. ഇവരാണെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാര് ഏകദേശം 250 വർഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും എപ്പോഴും അടിയാണ്. ഇന്നും അടി നടന്നു. അങ്ങനെ ഉണ്ടാക്കിയ കഞ്ഞി മുഴുവൻ നമ്മുടെ ഡോപ്പിയുടെ തലയിലോട്ട് അങ്ങ് വീണു. അതുകൂടാഞ്ഞ് അവനെ കണ്ട് എല്ലാവരും കൂടെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അവനാകെ വിഷമം വന്ന് പുറത്തേക്ക് ഓടിപ്പോകും. അവന്റെ വിഷമം മനസ്സിലാക്കിയാൽ നമ്മുടെ സ്നോ വൈറ്റ് പിറകെ ചെല്ലും. ഏയ്, നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, നിനക്ക് സംസാരിക്കാൻ കഴിയില്ലേ? പണ്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു സൗണ്ട് വരുന്നത് വരെ വിസിലടിച്ചാൽ മതിയെന്ന്. അങ്ങനെ വിസിലടിക്കാനായിട്ട് ഡോപ്പിക്ക് നമ്മുടെ സ്നോ വൈറ്റ് പഠിപ്പിച്ചു കൊടുക്കും. അവൻ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കുകയും ചെയ്യും. അത് ചെയ്തപ്പോൾ അവന് ഭയങ്കര സന്തോഷം വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ ബാക്കി കുള്ളന്മാരുടെ അടുത്ത് പോയിട്ട് അവൻ്റെ ഈ കഴിവ് കാണിച്ചു കൊടുക്കും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആവും. കാരണം സ്നോ വൈറ്റ് വന്ന് അവൻ എന്തായാലും ഇങ്ങനെ ഒരു കഴിവ് പഠിപ്പിച്ചല്ലോ, എന്തായാലും അവൾ ഇവർക്കൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു കൂട്ടുകാരിയെ പോലെ നമ്മുടെ സ്നോ വൈറ്റിനെ ഇവർ അംഗീകരിക്കുകയാണ്. നിങ്ങൾ ഏകദേശം 250 വർഷമായിട്ട് ഇവിടെ ഒന്നിച്ച് ജീവിക്കല്ലേ, എന്നിട്ട് ഇവിടെ എന്താ ഒട്ടും വൃത്തിയില്ലാത്തത്? നിങ്ങൾ എപ്പോഴും എന്തിനെങ്ങനെ അടി ഉണ്ടാക്കുന്നത്? നിങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് അല്ലേ? നമ്മൾ ശരിക്കും അടി ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുമ്പോഴാണത്രേ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്നിവിടെ ക്ലീൻ ചെയ്താലോ, നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട്. പക്ഷെ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം, അതായത് ജോലിക്കിടയിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിസിലടിച്ചാൽ മതി. അങ്ങനെ സ്നോ വൈറ്റിന്റെ വാക്കും കേട്ട് ഇവരെല്ലാവരും കൂടി ആ വീട് ഒന്നിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ വീട് ശരിക്കും വെട്ടിത്തിളങ്ങുന്നത് പോലെ അങ്ങോട്ട് ക്ലീൻ ആവും. ഏകദേശം 250 വർഷത്തോളായിട്ട് ആ വീട് ക്ലീൻ ആവാത്തത് പോലെയായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഹാപ്പി മൂഡിലിരിക്കുകയാണ്. സ്നോ വൈറ്റിൻ്റെ അടുത്ത് ഇവര് നിനക്കിവിടെ താമസിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, അത് പറ്റില്ല, എനിക്ക് എന്തായാലും എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനായിട്ട് പോകണം. അത് കൂടാതെ ഞാൻ ഇവിടെ എത്ര നേരം ഇരിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്കും ഇവിടെ പ്രശ്നങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയും. പുറത്ത് കള്ളന്മാരുടെ ശല്യമുണ്ട്, അത് ശ്രദ്ധിക്കണേ എന്ന് ഇവർ അവളുടെ അടുത്ത് പറയും. അങ്ങനെ ഇവര് ജോലിക്കും പോവും. നമ്മുടെ സ്നോ വൈറ്റ് ആണെങ്കിൽ നേരെ അവളുടെ അച്ഛനെ തിരക്കി കാട്ടിലേക്കും പോവും. ഡോപ്പി ഇവളുടെ അടുത്ത് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ പോക്ക് പോകുന്ന നമ്മുടെ സ്നോ വൈറ്റിന്റെ അരികില് ഒരുപാട് പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ അവളെ പിടിച്ച് ഒരിടത്ത് ഒളിച്ചിരുത്തുന്നത്. കാരണം റാണിയുടെ ഭടന്മാര് അതുവഴി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അന്ന് അവിടെ കിച്ചണിൽ മോഷ്ടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്ന കള്ളനാണ്. അവന്റെ പേര് ജൊനാഥൻ എന്നാണ്. അവനിവിടുത്തെ കള്ളൻ സംഘത്തിന്റെ നേതാവ് തന്നെയാണെന്നാണ് അവനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്നോ വൈറ്റ് അവന്റെ അടുത്ത് അവളുടെ കാര്യങ്ങളെല്ലാം പറയും. റാണി എൻ്റെ അച്ഛനെ എവിടെയോ കൊണ്ടുചെന്ന് ആക്കിയതാണെന്നാണ് എനിക്ക് സംശയം. കറക്റ്റ് എനിക്ക് കാര്യങ്ങൾ അറിയില്ല. എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചാലേ എൻ്റെ നാട് നേരെയാക്കാൻ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ഞാനും നിന്നെ സഹായിക്കാം. ഞാൻ അവിടെ പ്രജയായി വരാത്തത് എന്തുകൊണ്ടാ? നിന്റെ അച്ഛൻ്റെ അടുത്ത് സ്നേഹമുള്ളത് കൊണ്ടല്ലേ. എനിക്ക് അദ്ദേഹം ചെയ്തിരുന്ന നല്ല കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടെന്നൊക്കെ നമ്മുടെ ജൊനാഥനും പറയാണ്. ശരിക്കും ജൊനാഥന് ഇവളുടെ അടുത്ത് എന്തോ ഒരു ക്രഷ് അടിച്ചതുപോലെയാണ് അവന്റെ പെരുമാറ്റം മുഴുവൻ. ഇവൾക്കത് മനസ്സിലാവാത്ത പോലെ ഇവൾ ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജൊനാഥന്റെ കൂടെ ഇവരിങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ജൊനാഥന്റെ ആളുകൾ അവിടെ വരും. അവളൊന്നും ഇച്ചിരി പേടിക്കും. പിന്നീട് ജൊനാഥൻ പറയും ഇത് എൻ്റെ കൂടെ വന്ന പെങ്കൊച്ചാണെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് റാണിയുടെ ആ പടയാളികൾ അവിടെ എത്തിച്ചേരുന്നത്. ഉടനെ തന്നെ ഇവരൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജൊനാഥൻ നേരെ സ്നോ വൈറ്റിന്റെ അടുത്ത് പറയും നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന്. എന്നിട്ട് ഇവര് നേരെ പടയാളികളുടെ അടുത്തോട്ട് പോവാണ്. പക്ഷെ സ്നോ വൈറ്റിന് അങ്ങനെ രക്ഷപ്പെട്ടു പോവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അവള് ആ പക്ഷിമൃഗാദികളുടെ കൂടെ ഒരു പദ്ധതി ഉണ്ടാക്കും. എന്നിട്ട് നേരെ ഈ പടയാളികളുടെ മറ്റൊരു ദിശയിൽ വന്ന് നിന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ജൊനാഥനെ ആൾക്കാരെയും വിട്ട് പടയാളികൾ അവിടെ പോകുമ്പോഴേക്ക് ആ പക്ഷിമൃഗാദികളുടെ കൂടെയുള്ള പദ്ധതിയിൽ അവർ വീണു പോകും. അവളാവട്ടെ അതിലുള്ള ക്യാപ്റ്റന്റെ കുതിരയും എടുത്തിട്ട് മറ്റൊരു ഡയറക്ഷനിൽ വന്ന് നമ്മുടെ ജൊനാഥന്റെയും കൂട്ടുകാരുടെയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നീ വളരെ ധൈര്യശാലിയാണല്ലോ എന്ന് ജൊനാഥൻ പറയുമ്പോൾ ഒരു നേതാവിന്റെ അടുത്ത് നീ കോംപ്ലിമെന്റ് കിട്ടിയതിൽ എനിക്ക് എന്തായാലും സന്തോഷമുണ്ടെന്ന് അവളും പറയുന്നു. ഞാൻ എന്തായാലും നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അയാൾ അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഇവരാരും കാണാതൊരു പടയാളി ഇവരെ ഇങ്ങനെ അമ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ജൊനാഥൻ കാണും. അവൻ മുന്നിലേക്ക് എടുത്ത് ചാടി അവൻ അമ്പേൽക്കും. അങ്ങനെ നമ്മുടെ സ്നോ വൈറ്റ് ഇവനെ എടുത്ത് നേരെ ഡോക്കിന്റെ അടുത്തേക്ക് വരും. ഡോക്കിനെ കുറെ നാളായിട്ട് ചികിത്സയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അതറിയില്ല എന്നാണ് പറയുന്നത്. കൂടാതെ ഇവർ കള്ളന്മാരാണല്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നു. റാണിക്കും ഇത് തന്നെയാണ് വേണ്ടത്. പരസ്പരം തർക്കിക്കാതെ എല്ലാവരും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഇവള് പറഞ്ഞു കൊടുക്കുന്നു. കുറെ നേരത്തിന്റെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഡോക്ക് അങ്ങനെ ജൊനാഥന്റെ ജീവൻ രക്ഷിക്കുകയാണ്. എല്ലാവരും ഫുൾ ഹാപ്പി. നമ്മുടെ
സ്നോ വൈറ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായി. കാരണം ആ റാണി എല്ലാവരുടെ ഉള്ളിലെ സ്നേഹവും മാറ്റിച്ച് പരസ്പരം തർക്കിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടു കൂടി തന്നെ ജീവിക്കണമെന്നാണ് നമ്മുടെ സ്നോ വൈറ്റ് എല്ലാവരോടും പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഈ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജൊനാഥന് ചെറുതായിട്ട് സ്നോ വൈറ്റിനോട് സ്നേഹമുണ്ടെന്ന് അവന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാണ്. അവനങ്ങനെ ആർക്കും വേണ്ടി നിന്നു കൊടുക്കാറില്ല. പക്ഷേ നിനക്കേൽക്കേണ്ട അമ്പല്ലേ അവൻ ചാടി പിടിച്ച് വാങ്ങിയത്. അവൾക്കും ചെറുതായിട്ട് അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ലക്ഷ്യം ഒരിക്കലും ഇതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പോ മനസ്സിൽ കയറാൻ പാടില്ല. എൻ്റെ അച്ഛനെ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ. ആദ്യം ഈ നാടിനെ രക്ഷപ്പെടുത്തണം എന്നാണ് അവൾ പറയുന്നത്. ജൊനാഥന് അവളുടെ അടുത്തുള്ള സ്നേഹം എന്തായാലും ഈ സീനുകളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ നമ്മുടെ ഡിസ്നിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അപ്പൊ ഒരു പാട്ടിടും. അതുകൊണ്ടാണ് ഒരുപാട് സീനിൽ നമുക്ക് പാട്ട് പോലെ അവർ ഫുൾ ഡയലോഗ്സ് ഒക്കെ തന്നെ പാട്ട് രൂപേണയാണ് പറയുന്നത്. ഇപ്പൊ ഏകദേശം ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മനസ്സിലാക്കി കിസ് ചെയ്യാൻ വരുന്നൊരു സമയത്തേക്ക് ദേ ആ റാണിയുടെ പടയാളികൾ വീണ്ടും ഇങ്ങോട്ട് എത്തിയെന്ന് പറയാണ്. സ്നോ വൈറ്റിനോട് ഇവിടെ സേഫായി ഇരിക്കാൻ പറഞ്ഞ് ജൊനാഥനും കുട്ടിയും അവിടെ പോകുമ്പോൾ അവൾ അവളുടെ മാല അവന് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇത് നിന്റെ കൂടെ ഉണ്ടാവുന്നത് ധൈര്യത്തിനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജൊനാഥൻ കാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് അധിക സമയം കഴിയാതെ തന്നെ റാണിയുടെ ഭടന്മാരുടെ കെണിയിലകപ്പെടുവാണ്. അങ്ങനെ ജൊനാഥനുമായിട്ട് അവർ നേരെ റാണിയുടെ അടുത്തെത്തും. ഈ മാല കാണുമ്പോൾ ഇവന്റെ അടുത്ത് സ്നോ വൈറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് റാണിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഇവനെ തുറങ്കലിൽ അടയ്ക്കാനായിട്ട് റാണി ഉത്തരവിടുകയും ചെയ്യാണ്. ഇവരുടെ മനസ്സിൽ ക്ലീൻ ആയിട്ടുള്ള മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവളെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ടായിരുന്നു. അതിനിങ്ങനെ പോയാൽ പോരാ. അതിനുവേണ്ടി ഇവർ വയസ്സാവുന്ന രീതിയിലുള്ള ഒരു മാജിക് പോഷൻ തയ്യാറാക്കും. എന്നിട്ട് ആ മാന്ത്രിക വെള്ളം കുടിക്കും. പിന്നെ ദേഹമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് വയസ്സായവരുടെ ശബ്ദമെല്ലാമായി കൂനിക്കൂടി ഒരു വയസ്സെത്തിയുടെ രൂപത്തിൽ ഒരു ആപ്പിളും എടുത്തുകൊണ്ട് അവർ നേരെ പോയി ഒരു വിഷത്തിൽ ഈ ആപ്പിൾ ഇട്ട് വെക്കുവാണ്. ഈ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഉറങ്ങിപ്പോകും. ട്രൂവിൽ അവന്റെ കിസ് കിട്ടിയാലേ ഉണരുള്ളൂ. അങ്ങനെ ഇതും എടുത്തുകൊണ്ട് അവൾ നേരെ പോകുന്നു. ഇതേ സമയത്ത് അവിടെ തുറങ്കലില് നമ്മുടെ ജൊനാഥനും അതുപോലെ പണ്ടത്തെ ആ പടയാളിയും ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കുള്ളന്മാര് ഇവളുടെ അടുത്ത് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞ് ജോലിക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ സ്നോ വൈറ്റ് വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ത്രവാദിനിയുടെ കഴുകൻ ഇവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ മന്ത്രവാദിനിക്ക് വഴി കാണിച്ചു കൊടുത്തു. വയസ്സിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ സ്നോ വൈറ്റിന്റെ അടുത്തേക്ക് വന്ന മന്ത്രവാദിനി അവൾക്ക് ആദ്യം മനസ്സിലാവില്ല. ജൊനാഥൻ പറഞ്ഞു വിട്ട് വന്നതാണെന്ന് പറഞ്ഞ് ആ മാല മന്ത്രവാദിനി ഇവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് സ്നോ വൈറ്റ് വിശ്വസിക്കുന്നത്. അങ്ങനെ നിന്നെ രക്ഷിക്കാനായിട്ട് അവിടെ അവനുണ്ട്, നീ അവിടെ പോണം. പിന്നെ നിന്റെ അച്ഛനെ എനിക്കറിയാം, അദ്ദേഹത്തോടുള്ള നന്ദി സൂചകമായി ഞാൻ തരുന്ന ഈ ആപ്പിൾ നീ കഴിക്കാമോ എന്ന് ആ വൃദ്ധ ചോദിക്കുകയാണ്. കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ നമ്മുടെ സ്നോ വൈറ്റ് ആവട്ടെ ആ ഒരു ആപ്പിള് ഇവരുടെ അടുത്ത് വാങ്ങുകയും ചെയ്തു. അപ്പോഴേക്ക് പക്ഷികളും മൃഗങ്ങളും പോയി കുള്ളന്മാരെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരിവിടെ എത്തുമ്പോഴേക്ക് സ്നോ വൈറ്റ് ആവട്ടെ ഈ ഒരു ആപ്പിള് വാങ്ങുകയും അത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച ഉടനെ തന്നെ അവൾക്കൊരു അസ്വസ്ഥത വരുവാണ്. നിന്റെ അച്ഛനെ ശരിക്കും ഞാൻ ഇല്ലാതാക്കിയതാണെന്ന് ഇവർ പറയുമ്പോഴാണ് ഇത് ആ മന്ത്രവാദിനിയാണെന്ന് സ്നോ വൈറ്റിന് മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴേക്ക് അവളുടെ ബോധം കെട്ടു പോയിട്ടുണ്ടായിരുന്നു. ആ കുള്ളന്മാര് അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ സ്നോ വൈറ്റ് ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. അവരൊത്തിരി അവളെ വിളിച്ചു നോക്കി. അങ്ങനെ അവൾ മരിച്ചുപോയെന്ന് അവര് വിചാരിക്കുകയാണ്. ഇതേ സമയത്ത് മന്ത്രവാദിനി വന്ന് നോക്കുമ്പോൾ നിങ്ങളാണ് ഏറ്റവും സുന്ദരി എന്ന് ആ മാന്ത്രിക കണ്ണാടി പറയുന്നു. അങ്ങനെ അവര് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ കുള്ളന്മാരാവട്ടെ നമ്മുടെ സ്നോ വൈറ്റിനെ അവരുടെ പൂങ്കാവനത്തിൽ കൊണ്ടുപോയി കിടത്തുവാണ്. ഇത്രയും നേരം ദേഷ്യത്തോടെയുള്ള മുഖത്തിൽ മാത്രം കണ്ട ഗ്രമ്പി അടക്കം ഇപ്പൊ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ സമയത്ത് ഇവിടെ ആ കരിങ്കൽ തുറങ്കലിലാണെങ്കിൽ നമ്മുടെ ജൊനാഥൻ കഷ്ടപ്പെട്ടത് വലിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അന്ന് സ്നോ വൈറ്റിനെ ഞങ്ങളെ വിട്ടു പോവായിരുന്നു, പക്ഷെ അവൾ പ്രതീക്ഷ കൈവിടാതെ എന്നെ രക്ഷപ്പെടുത്തി. ഞാനും എങ്ങനെയെങ്കിലും ഇത് പൊട്ടിച്ചു ഇവിടെ നിന്ന് പുറത്തു കടക്കും, അതെനിക്കുള്ള പ്രതീക്ഷയാണെന്ന് പറയുമ്പോൾ ആ പടയാളിയും ഇവന്റെ കൂടെ വന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വലിച്ചത് പൊട്ടിച്ച് അവിടെ കിടന്നിരുന്ന കീ യൂസ് ചെയ്ത് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇപ്പൊ ഇയാളും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷി മൃഗാദികൾ കാണിച്ച വഴിയിലൂടെ ചെന്ന ജൊനാഥൻ ആകെ മൊത്തം വിഷമിക്കുവാണ്. കാരണം നമ്മുടെ സ്നോ വൈറ്റിനെ ഇങ്ങനെ കാണുന്നതിൽ. അങ്ങനെ അവള് പോയെന്ന് കരുതി അവൻ അവളെ ഒന്ന് ചുംബിക്കുന്നു. ശരിക്ക് അപ്പൊ ആ ഒരു സ്പെല്ല് അവിടെ ബ്രേക്ക് ആവാണ്. മന്ത്രവാദിനി കൊടുത്ത ആപ്പിള് കഴിച്ച ഇവള് ശരിക്ക് കാലങ്ങൾ കഴിയും തോറും ഇങ്ങനെ ഉറങ്ങിക്കിടക്കും, ട്രൂ ലവിന്റെ കിസ് കിട്ടുന്നത് വരെ.
ഇപ്പോൾ ട്രൂ ലവിന്റെ കിസ് കിട്ടിയതോടുകൂടി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സ്നോ വൈറ്റ് എണീക്കുന്നു. ഇത് കാണുമ്പോൾ എല്ലാവരും ഹാപ്പി ആകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവരവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞു. ഇനി അധിക സമയം കളയാനില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ നാട് തിരിച്ചു പിടിക്കണം. എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ ആ നാട് കൊണ്ടു നടന്നു അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ആ രീതിയിൽ ആ നാട് എനിക്ക് മാറ്റിയെടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് ആ നാട് ഞാൻ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടി എൻ്റെ അവസാന ആഗ്രഹം പോലെ ഞാനത് എങ്ങനെയെങ്കിലും നേടിയെടുക്കും. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വേണം എന്ന് പറയുമ്പോൾ ജനാദൻ പറയും, ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ കുള്ളന്മാരും അതിന് ഉറപ്പ് കൊടുക്കും. അതേ സമയത്ത് ഇത്രയും നേരം സംസാരിക്കാതിരുന്ന നമ്മുടെ ഡോപ്പിയും സംസാരിക്കുകയാണ്. ഉറപ്പായിട്ട് സത്യത്തിന് വേണ്ടി പോരാടാൻ ഈ ലോകം മുഴുവൻ നിന്റെ കൂടെ നിൽക്കും, അങ്ങനെയാണെന്ന്. അങ്ങനെ സ്നോ വൈറ്റ് അവിടെ എത്തുന്നു. സ്നോ വൈറ്റിനെ കണ്ട് ആ നാട്ടിലുള്ള എല്ലാവരും തന്നെ അവളുടെ കൂടെ കൂടുകയാണ്. ഈ സമയത്തേക്ക് കൊട്ടാരത്തിലേക്ക് നമ്മുടെ കുള്ളന്മാരും ജനാദനും ആളുകളും എല്ലാവരും വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് രാജകുമാരിയുടെ കൂടെ നിൽക്കാൻ ആ നാട് മുഴുവൻ അന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്നോ വൈറ്റിന് ധൈര്യം ഏറി വന്നു. ഒരു വലിയ സംഘമായി തന്നെയാണ് അവൾ ആ കൊട്ടാരത്തിന്റെ വാതിലിന്റെ മുന്നിലെത്തുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് ചെറുതായിട്ട് ആ ദുർമന്ത്രവാദിനിയായ റാണി ഒന്ന് പേടിക്കുന്നുണ്ട്. അവൾ പടയാളികളെ നേരെ താഴേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവളെ പിടിച്ചു കെട്ടാനായിട്ട് പറയുന്നുണ്ട്. ശേഷം റാണി വന്ന്, ഏയ് പ്രജകളെ, നിങ്ങൾ ഒരു കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. ശരിക്ക് ഈ സ്നോ വൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൂവ് പോലെയാണ്. ഇവൾ വളരെ സോഫ്റ്റ് ആണ്. ഒരു നാട് നോക്കാനായിട്ട് ഇത്ര സോഫ്റ്റായ ആൾക്ക് പറ്റില്ല. ഇവൾക്ക് ശക്തിയുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ദേ ഈ കത്തി യൂസ് ചെയ്ത് നീ എന്നെ ഒന്ന് ഇല്ലാതാക്കിക്ക് എന്ന് പറഞ്ഞ് ആ കത്തി മന്ത്രവാദിനി ഇവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ സ്നോ വൈറ്റിനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇത്ര ചെറിയ കാര്യം ചെയ്യാൻ പറ്റാത്തവളെ എങ്ങനെയാണ് നിങ്ങളെ നോക്കുന്നത്? അതുകൊണ്ട് ഇവളെ പിടിച്ചു കെട്ട് എന്ന് പറഞ്ഞൊരു പടയാളികളോട് ഇവളെ കൊല്ലാനായിട്ട് അവർ പറയാണ്. പക്ഷേ കുട്ടിക്കാലം തൊട്ട് ഇവരെല്ലാം പരിചയമുള്ള നമ്മുടെ സ്നോ വൈറ്റ് അവർ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ പണ്ടൊരു ഫാർമർ ആയിരുന്നില്ലേ? എന്ത് സന്തോഷത്തോടു കൂടിയാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും ഒപ്പം ജീവിച്ചത്. നിങ്ങൾ ഒരു ബേക്കർ ആയിരുന്നില്ലേ? എത്ര കേക്കുകൾ നിങ്ങൾ ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് അവരുടെ പണ്ടത്തെ ആ നല്ല ജീവിതത്തെക്കുറിച്ച് ഓർമ്മ വന്ന ആ പടയാളികളെല്ലാം നമ്മുടെ സ്നോ വൈറ്റിന്റെ കൂടെ നിൽക്കാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദുർമന്ത്രവാദിനി ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ആ നാട് മുഴുവൻ ഇപ്പോൾ സ്നോ വൈറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവള് നമ്മുടെ സ്നോ വൈറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ജനാദനും ആളുകളും വന്ന് മന്ത്രവാദിനിയെ തടയും. അങ്ങനെ ദേഷ്യം വന്ന മന്ത്രവാദിനി ആ മാന്ത്രിക കണ്ണാടിയോട് പോയിട്ട് ആരാ സുന്ദരി എന്ന് ചോദിക്കുമ്പോൾ കണ്ണാടിയും പറയും സ്നോ വൈറ്റ് ആണെന്ന്. ദേഷ്യം വന്ന മന്ത്രവാദിനി ആ കണ്ണാടി എറിഞ്ഞു പൊട്ടിച്ചതോട് കൂടിയിട്ട് ശക്തിയെല്ലാം ക്ഷയിച്ച് അവര് ഒരു കരിയായി മാറി ആ കണ്ണാടിക്കുള്ളിലൂടെയുള്ള മറ്റൊരു ലോകത്തിലേക്ക് പോകും. ശേഷം ആ കണ്ണാടി കൂടിച്ചേരും. അതിൽ നമ്മുടെ സ്നോ വൈറ്റിന്റെ സുന്ദരമായ മുഖം ഇവൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഇവളെ കാണാൻ വന്ന എല്ലാവരും രാജകുമാരിക്ക് പ്രണാമം എന്ന് പറഞ്ഞ് ഇവളെ വണങ്ങും. എല്ലാം കൊണ്ടും ആ നാട്ടിൽ വെളിച്ചം വന്നതുപോലെയായി കാര്യങ്ങള്. നമ്മുടെ സ്നോ വൈറ്റ് പണ്ടത്തെ അവളുടെ അച്ഛനും അമ്മയും എങ്ങനെ ആ നാടിനെ കൊണ്ടു നടന്നോ അതുപോലെ എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്തി. അങ്ങനെ സ്നോ വൈറ്റിന്റെ കഥ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു. ഈ കഥ എഴുതിയത് മറ്റാരുമായിരുന്നില്ല, ഡോപ്പി ആയിരുന്നു. അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു സീനോട് കൂടിയിട്ട് സ്നോ വൈറ്റ് എന്ന ഈ ജർമ്മൻ നാടോടി കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഡിസ്നിയുടെ മനോഹരമായ എക്കാലത്തെയും ഒരു പ്രിൻസസ് ആണ് നമ്മുടെ സ്നോ വൈറ്റ് എന്ന് പറയുന്നത്. അവളുടെ കഥ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴേ നമ്മുടെ ആക്ഷൻ വ്യൂവിൽ നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും എപ്പോൾ കേട്ടാലും പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് തരുന്നൊരു സ്റ്റോറിയാണിത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്താൻ മറക്കരുത്. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.